മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി മസാല കടല അഥവാ മസാല കപ്പലണ്ടിയാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വറുക്കാത്ത 100 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് കടലമാവ്. ഇതേ ഗ്ലാസിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ പകുതിയോളം വറുത്ത അരിപ്പൊടി, മുളക് പൊടി, കായം, ആവശ്യത്തിന് കറിവേപ്പില, 4 വെളുത്തുള്ളി, ഒരു നുള്ള് പെരിഞ്ജീരകം, പിന്നെ ചെറിയ ജീരകം, ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചെടുക്കണം. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചെടുക്കുകയും വേണം. അടുത്തതായി നമുക്ക് കപ്പലണ്ടിയും മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കടലമാവ്, അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. മുളക് പൊടിയും ഉപ്പും ഒക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇത് പൊടിച്ചെടുത്തിരിക്കുന്ന പെരിഞ്ജീരകമാണ്. ഒരു നുള്ള് ചെറിയ ജീരകം നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ല. ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ഒരു 1/4 ടീസ്പൂൺ കായം. ഇതെല്ലാം ചേർത്ത് നമുക്കിനി നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി വെള്ളം ആഡ് ചെയ്യണം. വെള്ളം വളരെ കുറച്ച് വീതമാണ് ആഡ് ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് കുറേ വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ നോക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് നനച്ചെടുക്കാം. അടുത്തതായി നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കപ്പലണ്ടിയുടെ ആ ക്വാണ്ടിറ്റി അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഓയിൽ ആഡ് ചെയ്യാനായിട്ട്. എണ്ണ ചൂടായെന്ന് അറിയാൻ കുറച്ച് കപ്പലണ്ടി ഒന്ന് ഇട്ട് നോക്കാം. ചൂട് കറക്റ്റ് ആയെങ്കിൽ ബാക്കിയുള്ള കപ്പലണ്ടികൾ ഓരോന്നും ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പരസ്പരം കപ്പലണ്ടികൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇട്ട ഉടനെ തന്നെ കയ്യിൽ വെച്ച് നമുക്ക് ഇളക്കി സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കപ്പലണ്ടി കറക്റ്റ് വേവാവെന്ന് അറിയാനായിട്ട് വാങ്ങുന്നതിന് മുമ്പ് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേവ് അല്പം കുറവിൽ വാങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കപ്പലണ്ടി ഇരുന്ന് മുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരല്പം വേവ് കുറവിൽ കോരിയെടുത്താൽ മതി. ഇനി ഇതേ രീതിയിൽ ബാക്കിയെല്ലാ കപ്പലണ്ടികളും വറുത്തെടുത്ത് കോരി മാറ്റാം. ലാസ്റ്റായി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി വറുത്തെടുക്കാം. കറിവേപ്പില കൂടി കപ്പലണ്ടിയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അതുകൊണ്ട് നമ്മൾ വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ കറിവേപ്പില കൂടെ വറുത്ത് കോരി മാറ്റി നമുക്കത് കപ്പലണ്ടിയിൽ മിക്സ് ചെയ്തെടുക്കാം. മസാല കടല അഥവാ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ ടൈമിൽ മസാലയൊക്കെ പുരട്ടി അതേ സമയം വയ്ക്കാതെ 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.